നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. ഇസ്രയേൽ ഗാസ വെടിനിർത്തൽ ചർച്ച വീണ്ടും പാളിയിരിക്കുകയാണ്. ഗാസയിൽ വീണ്ടും വ്യോമാക്രമണം പുനരാരംഭിച്ചിരിക്കുകയാണ് ഇസ്രയേൽ. അപ്രതീക്ഷിത ആക്രമണത്തിൽ ഗാസ സിറ്റിയിൽ മരണസംഖ്യ 300 കവിഞ്ഞതായാണ് റിപ്പോർട്ട്. ഗാസ സിറ്റി, ദെയ്ർ അൽ ബലാഹ്, ഖാൻ യൂനിസ്, റഫ എന്നിവയുൾപ്പെടെ നിരവധി സ്ഥലങ്ങളിലാണ് ആക്രമണങ്ങൾ ഉണ്ടായിരിക്കുന്നത്. വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നതിനു ശേഷം ഇസ്രയേൽ നടത്തിയ ഏറ്റവും തീവ്രമായ ബോംബാക്രമണമായിരുന്നു ഇത്. മരിച്ചവരിൽ കൂടുതലും കുട്ടികളാണെന്ന് പലസ്തീൻ ആരോഗ്യ ഉദ്യോഗസ്ഥർ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സാധാരണക്കാർക്ക് നേരെ ഇസ്രയേൽ വഞ്ചനാപരമായ ആക്രമണം നടത്തിയതായാണ് ഹമാസ് ആരോപിക്കുന്നത്. ജനുവരി 19 മുതൽ നിലവിലുണ്ടായിരുന്ന വെടിനിർത്തൽ ഇസ്രയേൽ മനഃപൂർവ്വം അട്ടിമറിച്ചു എന്ന് പലസ്തീൻ ഇസ്ലാമിക് ജിഹാദ് ആരോപിക്കുന്നുണ്ട്. ചൊവ്വാഴ്ച പുലർച്ചെയാണ് മധ്യ ഗാസയിലെ ബുറൈജിലെ നഗരാഭയാർത്ഥി ക്യാമ്പിനു ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ ഇസ്രയേൽ വ്യോമാക്രമണം നടത്തിയത്. അതേസമയം സ്ഫോടക വസ്തുക്കൾ സ്ഥാപിക്കുന്ന തീവ്രവാദികളെ ലക്ഷ്യമിട്ടാണ് തങ്ങൾ ഓപ്പറേഷനുകൾ നടത്തിയതെന്നാണ് ഇസ്രയേൽ സൈന്യം പറയുന്നത്. ഗാസയിലെ ആക്രമണങ്ങൾക്ക് പുറമെ തെക്കൻ ലെബനനിലും സിറിയയിലും ഇസ്രയേൽ വ്യോമാക്രമണങ്ങൾ നടത്തി. ഗാസയിലെ പല സ്ഥലങ്ങളിലും വീടുകളും കെട്ടിടങ്ങളും തകർന്ന നിലയിലാണ്. വെടിനിർത്തൽ നീട്ടുന്നതിനുള്ള ചർച്ചകളിൽ പുരോഗതിയില്ലാത്തതിനാലാണ് ആക്രമണത്തിന് ഉത്തരവിട്ടതെന്നാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ പ്രതികരണം. വെടിനിർത്തൽ നീട്ടാനുള്ള അമേരിക്കൻ നിർദ്ദേശം ഹമാസ് നിരസിച്ചെന്നാണ് ഇസ്രയേൽ ആരോപിക്കുന്നത്. ഗാസയിൽ സൈനിക നടപടി പുനരാരംഭിച്ചെന്നും പ്രധാനമന്ത്രിയുടെ ഓഫീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതുവരെയുള്ള ആക്രമണത്തിൽ 48,577 പലസ്തീനികൾ മരിച്ചതായും 1,12,041 പേർക്ക് പരിക്കേറ്റതായും ഗാസ ആരോഗ്യ മന്ത്രാലയം സ്ഥിരീകരിച്ചിട്ടുണ്ട്. അവശിഷ്ടങ്ങൾക്കിടയിൽ കാണാതായ ആയിരക്കണക്കിന് പലസ്തീനികൾ മരിച്ചതായും കണക്കാക്കുന്നുണ്ട്.